Welcome to Mr. Unbox and Travel. This channel follow ചെയ്യുന്ന ചിലർക്കെങ്കിലും അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഖത്തറിൽ നിന്നാണെന്നും അതുപോലെ തന്നെ റിവ്യൂ ചെയ്യുന്ന സ്മാർട്ട് ഫോണുകൾ ഇന്റർനാഷണൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വേർഷൻ ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളാണെന്നതും അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ചില വ്യൂവേഴ്സ് എന്നോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്നാണ് നിങ്ങൾ ആ ഒരു ചെയ്തു വെച്ച ആ ഒരു സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷൻ പറയുന്ന സമയത്ത് ഈ ഒരു സെയിം സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലഭിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ സ്പെസിഫിക്കേഷൻ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു കാര്യം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് മാർക്കറ്റ് തന്നെയാണ്. അത് സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച് മാത്രമല്ല ഏതൊരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാസത്തിൽ ലക്ഷക്കണക്കിന് സ്മാർട്ട് ഫോണുകളാണ് ഇന്ത്യയിൽ വിറ്റ് പോകുന്നതെന്ന് നമുക്കറിയാം. എന്നിട്ടാണ് ഇന്ത്യയിലുള്ള ഈ ഒരു സ്മാർട്ട് ഫോണുകളിലൊക്കെ ഇത്തരത്തിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണെങ്കിലും പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ആഡ് ചെയ്യാത്തതെന്ന് ആലോചിക്കുമ്പോൾ വളരെ സങ്കടകരമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് ഞാനൊരിക്കലും പ്രൈസിനെ കുറ്റം പറയില്ല, കാരണം അറിയാം ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഗൾഫിനെയും ഇന്ത്യയും സംബന്ധിച്ചിടത്തോളം 25,000-30,000 രൂപയുടെ ഒക്കെ വ്യത്യാസമുണ്ട്. അത് ഇന്ത്യയിലെ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ അതൊരു ഇഷ്യൂ ആയിട്ട് പറയുന്നില്ല. അതേസമയം തന്നെ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സ്മാർട്ട് ഫോണിന് നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു 1-2 സ്പെസിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്നത് വളരെ സങ്കടകരമായിട്ട് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇത്രയും ആളുകൾ സ്മാർട്ട് ഫോൺ വാങ്ങുന്ന ഒരു മാർക്കറ്റായിട്ട് പോലും ഇന്ത്യക്ക് എന്തോ എന്നറിയില്ല ഈ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നില്ല എന്നത് ഒരു ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എനിവേ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ദിവസം മുമ്പായിരുന്നു ഞാൻ ഒരു വിവോ V29 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പറഞ്ഞുള്ള ഒരു കാര്യമായിരുന്നു ഗൾഫിൽ ലഭിക്കുന്ന V29 NFC അവൈലബിൾ ആണ് എന്നുള്ള കാര്യവും ഈ സെയിം സ്മാർട്ട് ഫോൺ അതായത് ഇന്ത്യയിൽ 30,000 രൂപയ്ക്ക് മുകളിലാണെന്നുള്ള കാര്യം കൂടി ആലോചിക്കണം. ആ ഒരു സ്മാർട്ട് ഫോണിൽ NFC അവൈലബിൾ അല്ല എന്നുള്ളൊരു കാര്യം ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. എസ്പെഷ്യലി ഈ ഒരു ആധുനിക കാലത്ത് നമുക്കറിയാം നമ്മൾ ATM യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ടാപ്പ് ആൻഡ് പേ എന്ന് പറയുന്ന സിസ്റ്റമാണ് യൂസ് ചെയ്യാറുള്ളത്. ഇവിടെ ഗൾഫിലൊക്കെ ആണെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഒരു ടാപ്പ് ആൻഡ് പേ ആണ് യൂസ് ചെയ്യാറുള്ളത്. അതിന് NFC നിർബന്ധമാണ്. നമുക്കറിയാം ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ പേ അല്ലെങ്കിൽ സാംസങ് ആണെങ്കിൽ സാംസങ് പേ എന്നുള്ള തരത്തിലൊക്കെ നമുക്കത് പൊതുവേ യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ടാണ് ഈ ഒരു 30,000 രൂപയ്ക്ക് മുകളിൽ കൊടുക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ അത് ഉൾപ്പെടുത്തില്ല എന്നതൊരു സങ്കടകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യത്തിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ 14,000 രൂപയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ 15,000 രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും NFC അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം പോയിന്റ് ചെയ്യേണ്ടതാണ്. ഇതേ സമയം തന്നെ ബിലോ 20,000 ഇന്ത്യയിൽ മിക്ക സ്മാർട്ട് ഫോണുകളിലും ഈ ഒരു NFC അവൈലബിൾ അല്ല എന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടതാണ്. ഇനി 20,000 മുകളിൽ രൂപയ്ക്ക് കൊടുത്താൽ പോലും അതിൽ പോലും ചില സ്മാർട്ട് ഫോണുകളിൽ NFC അവൈലബിൾ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു NFC ആഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, പക്ഷേ എന്തുകൊണ്ടോ ഇന്ത്യക്കാർക്ക് NFC വേണ്ട എന്നുള്ള തരത്തിലായിരിക്കും സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ചിന്തിക്കുന്നുണ്ടാവുക. ഇത് ശരിക്കും എനിക്കൊരു വിവേചനമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. എന്താണോ നിങ്ങൾക്ക് അത് അനുകൂലിക്കുന്നതായാലും പ്രതികൂലിക്കുന്നതായാലും എന്താണോ നിങ്ങളുടെ ഒപ്പീനിയൻ, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ 5G ബാൻഡുകളുടെ എണ്ണമാണ്. തുടക്കകാലത്തിലൊക്കെ എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ്. 1, 2, 3 5G ബാൻഡുകളായിരുന്നു മിക്ക സ്മാർട്ട് ഫോണുകളിലും കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറച്ചും കൂടി ഡെവലപ്പായി 7, 8, 10 കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ അതേ സ്മാർട്ട് ഫോണുകളിൽ ചിലതൊക്കെ നമ്മൾ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഗൾഫിലുള്ള സ്മാർട്ട് ഫോണുകൾ നോക്കുകയാണെങ്കിൽ അതിൽ 10, 15, 17 ബാൻഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ കോമൺലി യൂസ് ചെയ്യുന്ന ബാൻഡാണ് നമ്മൾ ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമെങ്കിലും ചില രാജ്യങ്ങളിൽ അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ പോയാൽ ആ ഒരു ഇന്ത്യൻ സ്മാർട്ട് ഫോണിലുള്ള ബാൻഡ് ഒരു പക്ഷേ സപ്പോർട്ട് ആവില്ല. അതിനർത്ഥം നിങ്ങൾ ഈ ഒരു 5G സ്മാർട്ട് ഫോൺ കൊണ്ട് വെളിയിൽ പോയാൽ നിങ്ങൾക്ക് ആ ഒരു പ്രദേശം എത്തുന്ന സമയത്ത് ആ ഒരു ബാൻഡ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് 4G അല്ലെങ്കിൽ 3G മാത്രമേ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കൂ എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇന്ത്യൻ വേരിയൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർനാഷണൽ വേരിയൻ്റ് ആണെങ്കിലും തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം കൊടുക്കേണ്ട ആവശ്യം ശരിക്കും ഇല്ല എന്നത് തന്നെയാണ്. കാരണം NFC ആഡ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ 5G ബാൻഡ് ആഡ് ചെയ്യുന്നത് കൊണ്ടോ വളരെ വലിയ രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊന്നും പ്രൈസിലൊന്നും വരാൻ പോകുന്നില്ല എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും വലിയ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയും ലക്ഷക്കണക്കിന് സ്മാർട്ട് ഫോണുകൾ വിറ്റയച്ചിട്ട് പോലും ഇന്ത്യൻ മാർക്കറ്റിനെ മറ്റു ഇൻ്റർനാഷണൽ വേരിയൻറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്പെസിഫിക്കേഷനുള്ള സ്മാർട്ട് ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു NFC പോലത്തെ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്താത്തത് ഒരു വളരെ സങ്കടകരമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. എനിവേ ഇത് ഇത്രയും ആളുകൾ ചോദിച്ചുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? അത് പോസിറ്റീവ് ആണെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും ആ ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വിഷയം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതിയാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം കൂട്ടുകാരിലെത്തുന്ന ഷെയർ ചെയ്യുക.
ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.